ഈ ചടങ്ങിന്റെ അധ്യക്ഷൻ പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് ബഹുമാനായ ശ്രീ ജി പത്മകുമാർ അവറുകൾ, ഈ പദയാത്ര നയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷയും മുൻ DGPയുമായ ബഹുമാനപ്പെട്ട ശ്രീമതി ആർ ശ്രീലേഖ അവറുകൾ, ജില്ലാ പ്രസിഡന്റ് ശ്രീ കരമന ജയൻ അവറുകൾ, സംസ്ഥാന നേതാക്കളായ ശ്രീ സി ശിവൻകുട്ടി, VV രാജേഷ്, ജില്ലാ ഉപാധ്യക്ഷൻ RS രാജീവ്, ബഹുമാനായ മധുസൂദനൻ നായർ, സംസ്ഥാന കമ്മിറ്റി അംഗം പ്രിയങ്കരനായ ശ്രീ പത്മനാഭൻ അവറുകൾ, മണ്ഡലം ജനറൽ സെക്രട്ടറി സന്തോഷ്, സന്നിഹിതരായിട്ടുള്ള മറ്റ് മുതിർന്ന നേതാക്കളെ, സഹോദരി സഹോദരന്മാരെ, നല്ലവരായ നാട്ടുകാരെ, ജനാധിപത്യ വിശ്വാസികളെ, പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഈ പദയാത്ര ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിൽ എനിക്കേറെ അഭിമാനവും സന്തോഷവുമുണ്ട്. ഈ പദയാത്ര നയിക്കുന്നത് ശ്രീമതി ആർ ശ്രീലേഖ ആയതുകൊണ്ട് പ്രത്യേകിച്ച് എൻ്റെ കയ്യിൽ നിന്നാണ് അവര് ഭാരതീയ ജനതാ പാർട്ടിയിലേക്കുള്ള അംഗത്വം സ്വീകരിച്ചത്. അതിനുള്ള ഭാഗ്യം എനിക്കാണ് കിട്ടിയത് എന്നുള്ളത് ഞാൻ ഇവിടെ പ്രത്യേകം ഓർമ്മിക്കുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷന്റെ കാര്യം വലിയൊരു പൊതുയോഗം നടത്തി എന്നും പറയേണ്ട ആവശ്യമില്ല, ജനങ്ങൾക്കെല്ലാം അറിയാം. ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതി 5 കൊല്ലം കൊണ്ട് നടത്തിയ ഏക കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷനാണ്. ഇതുപോലൊരു അഴിമതിക്കാരെയും അഴിമതി നടത്തിയ ഭരണസമിതിയും നമ്മളാരും സ്വപ്നത്തിലേ വിചാരിച്ചില്ല. ഇത്രയും ചെറുപ്പക്കാരിയായ ഒരു മേയർ ഇത്രയും വലിയ പകൽ കൊള്ള ഒരു മേയർ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് നടത്തുമെന്ന് നമ്മൾ ആരും തന്നെ വിചാരിച്ചില്ല. അവര് മേയറായി വരുമ്പോ നമ്മളൊക്കെ കരുതിയത് ഒരു ചെറുപ്പക്കാരിയാണ്, വിദ്യാസമ്പന്നയാണ്, ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് പൊതുരംഗത്ത് വന്ന ആളാണ്. അതുകൊണ്ട് എല്ലാവരും പ്രതീക്ഷയോടെ നോക്കിയത് നല്ലൊരു മേയറായിരിക്കും, അഴിമതിയുടെ കറ പുരളാത്ത ഒരു മേയറായിരിക്കും. പക്ഷെ നമ്മുടെ എല്ലാ ആളുകളുടെയും പ്രതീക്ഷ, ജനങ്ങളുടെ പ്രതീക്ഷ അസ്ഥാനത്താക്കിക്കൊണ്ട് നേരം വെളുക്കുന്നത് വരെ കക്കുക എന്നുള്ള, അഴിമതി നടത്തുക എന്നുള്ള ഒറ്റ പരിപാടിയാണ് അവർ 5 വർഷവും ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടത്തിയത്. നടക്കാത്ത ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോലും ലോറി വാടക എഴുതിയെടുക്കുന്നത് നമ്മൾ ഇതുവരെ കേട്ടിട്ട് പോലില്ലാത്ത കാര്യമാണ്. കോവിഡ് ആയതുകൊണ്ട് ആറ്റുകാൽ പൊങ്കാല മര്യാദയ്ക്ക് പഴയ പ്രതാപത്തോടെ നടത്താൻ പറ്റിയില്ല. പക്ഷെ പൈസ എഴുതിയെടുക്കുന്ന കാര്യത്തിൽ അവർക്ക് കോവിഡ് ഉണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. ആറ്റുകാൽ അമ്മയെ പറ്റിച്ച് കാശുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതിൽ പരം എന്താണ് ഒരു നാട്ടിലെ ജനതയ്ക്ക് ഇത്രയും ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം? നമ്മള് ലാലു പ്രസാദ് യാദവിന്റെ കാലിത്തീറ്റ കുംഭകോണം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പാവം നാൽക്കാലികൾക്ക്, കന്നുകാലികൾക്ക് കൊടുക്കേണ്ട കാലിത്തീറ്റ അടിച്ചു മാറ്റിയതിൽ കുപ്രസിദ്ധനായിട്ടുള്ള ആളാണ് ലാലു പ്രസാദ് യാദവ്. ഇവിടെ ഏറ്റവും ദുർബല ജനവിഭാഗങ്ങളായിട്ടുള്ള പാവപ്പെട്ടവര്, ഏറ്റവും പാവപ്പെട്ടവർക്ക് സർക്കാർ കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ, പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങൾക്ക് കേന്ദ്രം നൽകുന്ന സഹായധനം, ആ പട്ടികജാതി വികസന ഫണ്ട് വേറെ ബാങ്ക് അക്കൗണ്ടുകൾ തുടങ്ങി അതടിച്ചു മാറ്റിയ ഒരേ ഒരു മേയറും ഒരേ ഒരു ഭരണസമിതിയും തിരുവനന്തപുരം കോർപ്പറേഷനിലാണ് നമ്മൾ കണ്ടത്. BJP സമരം ചെയ്തുകൊണ്ടാണ് നാട്ടുകാരത് അറിഞ്ഞത്. അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത അഴിമതികളാണ് കഴിഞ്ഞ 5 കൊല്ലം കൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ കേരളത്തിലെ ഏറ്റവും മനോഹരമായ രീതിയിൽ വികസിപ്പിച്ചെടുക്കാൻ കഴിയുന്ന ഒരു കോർപ്പറേഷനാണ്. നമ്മൾ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയുന്ന കേരളത്തിൽ ദൈവം കനിഞ്ഞു നൽകിയ നഗരമാണിത്.
ശ്രീപത്മനാഭസ്വാമി കുടികൊള്ളുന്ന നഗരമാണ്. ചരിത്രവും പാരമ്പര്യവും ആധ്യാത്മികതയും സംസ്കാരവും അങ്ങനെ കുടികൊള്ളുന്ന ഒരു മഹത്തായ പൈതൃക നഗരം അനന്തപുരി. ആ തിരുവനന്തപുരത്തെ ഏത് കോലത്തിലാണ് ആക്കിയത് എന്നറിയണമെങ്കിൽ ഒരു അരമണിക്കൂർ മഴ പെയ്താൽ മാത്രം മതി ഈ തിരുവനന്തപുരം നഗരത്തിന്റെ ദുരവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ. കേന്ദ്ര സർക്കാർ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനെ മാതൃകാ റെയിൽവേ സ്റ്റേഷനായിട്ട് ഉയർത്തി. ഒരു മഴ പെയ്താൽ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി ഇറങ്ങുന്ന ആയിരക്കണക്കിന് യാത്രക്കാർ ഒരു കുളത്തിലൂടെയാണ് പോകുന്നത് പോലെയാണ്. അവർക്ക് താഴെ ഇറങ്ങി നടക്കാൻ പറ്റാത്ത വിധത്തിലുള്ള വെള്ളക്കെട്ടുകൾ നഗരത്തിന്റെ ഏത് ഭാഗത്ത് നിന്നാലും. ട്രാഫിക് ജാം, ദുരിതങ്ങൾ കഴിഞ്ഞ 5 കൊല്ലവും പരിഹരിക്കാമെന്ന് പറഞ്ഞ ഒരു കാര്യവും ഈ ഭരണസമിതി ചെയ്തിട്ടില്ല. കാശില്ലാത്തതുകൊണ്ടല്ല. 1000 കോടി രൂപയുടെ സ്മാർട്ട് സിറ്റി പദ്ധതിയാണ് മോദി സർക്കാർ തിരുവനന്തപുരത്തിന് നൽകിയത്. ആ കാശെല്ലാം അടിച്ചുമാറ്റി വകമാറ്റി ചെലവഴിച്ച് ദുരുപയോഗം ചെയ്ത് അഴിമതി നടത്തി തിരുവനന്തപുരത്ത് ഒരു തരത്തിലുള്ള വികസനവും ഇല്ലാത്ത രീതിയിൽ വീർപ്പ് മുട്ടിച്ചു ജനങ്ങളെ. അങ്ങേയറ്റം ദുരിതപൂർണമാക്കി തിരുവനന്തപുരം നഗരത്തെ. നഗരജീവിതം താറുമാറായി, ദുസ്സഹമായി. അഹങ്കാരവും അഴിമതിയും മാത്രമാണ് ഭരണസമിതിയുടെ മുഖമുദ്ര. എത്രയോ സമരങ്ങൾ നമ്മൾ കണ്ടു. അപ്പോഴെല്ലാം സംരക്ഷണ കവചം ഒരുക്കിക്കൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയും അവരുടെ നേതാക്കളും തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങളെ വെല്ലുവിളിച്ചു. ഇപ്പൊ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും പറയുന്ന ഒരു മാറ്റം വേണം. നഗരത്തിനൊരു പുതിയ ഭരണസാരഥ്യം ഉണ്ടാവണം. കഴിഞ്ഞ തവണ 35 സീറ്റുമായി പ്രധാന പ്രതിപക്ഷമായി നിന്ന ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ കൊണ്ടുവരണം. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുടെ സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുമ്പോൾ ഒരുപാട് വികസനത്തിനുള്ള വഴികൾ തുറന്നിട്ടിരിക്കുകയാണ്. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ വികസനം ദ്രുതഗതിയിൽ നടക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും നല്ല തുറമുഖങ്ങളിലൊന്നായ പോർട്ടുകളിലൊന്നായ വിഴിഞ്ഞം പോർട്ട് അതിന്റെ പൂർണ്ണമായിട്ടുള്ള ഓപ്പറേഷൻസിലേക്ക് കടക്കുകയാണ്. വിമാനത്താവളം വരുന്നു. വിഴിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യമാവുന്നു. സ്മാർട്ട് സിറ്റി പൂർണ്ണമായിട്ട് നടപ്പാക്കണം. ശ്രീചിത്ര മെഡിക്കൽ കോളേജ് മുതലുള്ള ചികിത്സാ കേന്ദ്രം മുതലുള്ള കേന്ദ്ര സ്ഥാപനങ്ങളിലെല്ലാം വലിയ തോതിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നു. മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനങ്ങൾ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള പരിശ്രമങ്ങൾ നടക്കുന്നു. ആധുനിക നഗരവൽക്കരണത്തിന് അനുയോജ്യമായ ഒരു കാലഘട്ടമാണിത്. കൈയച്ച് സഹായിക്കാൻ നരേന്ദ്രമോദിയുടെ സർക്കാരുണ്ട്. ആകെ ഇനി വേണ്ടത് ഫലപ്രദമായി നടപ്പാക്കാൻ കഴിയുന്ന ഒരു ഭരണസമിതിയാണ്, ഒരു നഗരസഭാ ഭരണമാണ്. അത് നടപ്പാക്കാൻ സാധിക്കുന്ന ഒരേ ഒരു പാർട്ടി, ഒരേ ഒരു മുന്നണി NDA മുന്നണിയാണ്, BJP പാർട്ടിയാണ്. ചില ആളുകൾ ഇപ്പോ സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്നെ കുറെ പേര് വിളിച്ചു, തിരുവനന്തപുരത്തെ സുഹൃത്തുക്കളൊക്കെ. അയ്യോ, മുരളീധരൻ വന്നു, ഇവിടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇതിന് ബേജാറാവേണ്ട കാര്യമില്ല. മുരളീധരൻ വന്നപ്പോഴേ എനിക്ക് മനസ്സിലായി എന്തിനാണ് മുരളീധരൻ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ചുമതല ഏറ്റെടുത്തതെന്ന്. CPM-നെ സഹായിക്കാനല്ലേ? ഈ അഴിമതി നിറഞ്ഞ, ഈ കെടുകാര്യസ്ഥ നിറഞ്ഞ CPM-നെ സഹായിക്കാനാണ് മുരളീധരൻ പരിശ്രമിക്കുന്നത്. മുരളീധരൻ നല്ല നേതാവാണ്, മുതിർന്ന നേതാവാണ്, എനിക്ക് വളരെ ഇഷ്ടമുള്ള ആളാണ്. പക്ഷെ അദ്ദേഹം അനുഭവത്തിൽ നിന്ന് ഒരു പാഠവും പഠിക്കുന്നില്ല. മുരളീധരനെ പറഞ്ഞു പിരികേറ്റി സുരേഷ് ഗോപിക്കെതിരെ മത്സരിക്കാൻ കൊണ്ടുപോയി തൃശ്ശൂരിൽ. ഞാൻ അന്നും പറഞ്ഞു, ഞങ്ങൾ അന്നും പറഞ്ഞു, വേണ്ടാത്ത പണിക്ക് നിൽക്കേണ്ടത്, എഴുതി വെച്ചോളൂ,
തൃശൂരിൽ മുരളീധരൻ പോയിട്ട് എന്താണ് സംഭവിച്ചത്? അത് തന്നെയായിരിക്കും തിരുവനന്തപുരം കോർപ്പറേഷനിലും സംഭവിക്കാൻ പോകുന്നത്. കോൺഗ്രസ് പാർട്ടി CPM-നെ ഭരണത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള നാടകങ്ങളാണ് കളിക്കുന്നത്. തൃശൂരിൽ സുരേഷ് ഗോപി MP ആയതുപോലെ ഒരു മാസം കഴിയുമ്പോ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണസാരഥ്യം നഗരസഭയുടെ മേയറായി ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രതികൾ സത്യപ്രതിജ്ഞ ചെയ്യും. ഒരു സംശയം വേണ്ട. ശബരിനാഥ് നല്ലൊരു ചെറുപ്പക്കാരനാണ്, വളർന്നു വരേണ്ട ഒരാളാണ്. എന്തോ അത്ഭുതം സൃഷ്ടിക്കുന്നാണ് പറയുന്നത്. സ്വന്തം പിതാവ് വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചുകൊണ്ടിരുന്ന ഒരു മണ്ഡലത്തിൽ ദയനീയമായി പരാജയം ഏറ്റുവാങ്ങിയതിനു ശേഷമാണ് തിരുവനന്തപുരം നഗരസഭ പിടിക്കാമെന്നുള്ള പേരും പറഞ്ഞ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഞാൻ ഒന്നും പറയുന്നില്ല. മലർപ്പൊടിക്കാരന്റെ സ്വപ്നമായാവത് അവശേഷിക്കും. ഭാരതീയ ജനതാ പാർട്ടിയുടെ സാധ്യതകളെ ഇല്ലാതാക്കാൻ ഇത്തരത്തിലുള്ള അച്ചടി വിദ്യകൾക്കൊന്നും സാധിക്കില്ല. ജനങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷം നഗരസഭയുടെ ഭരണം BJP ഏൽപ്പിച്ചിരുന്നെങ്കിൽ തിരുവനന്തപുരം നഗരം ഒരു സുവർണ നഗരമായി മാറുമായിരുന്നു. കഴിഞ്ഞ 5 വർഷം നമുക്കത് ജസ്റ്റ് മിസ്സായി. 12 സീറ്റുകളിൽ നമ്മൾ ചെറിയ വോട്ടുകൾക്ക് പരാജയപ്പെട്ടു. നമ്മൾ ആ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. രാജ്യത്തിന്റെ പൊതുവായ രാഷ്ട്രീയ സാഹചര്യം, സംസ്ഥാനത്തിന്റെ പൊതുവായ രാഷ്ട്രീയ സാഹചര്യം, തിരുവനന്തപുരത്തെ പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങൾ, ഇതാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. രാജ്യത്തിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയാം. എത്ര വലിയ വികസന പ്രവർത്തനങ്ങളാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്. മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ രാജ്യത്ത് അഭൂതപൂർവമായിട്ടുള്ള വളർച്ചയുണ്ടായി. ഞാൻ അതിൽ കടക്കുന്നില്ല, സമയം അതിനുള്ളതല്ല. ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളും സാമ്പത്തികമായി തകരുമ്പോഴും ഈ രാജ്യം സാമ്പത്തികമായി മുന്നോട്ട് പോകുന്നു. പണപ്പെരുപ്പം കുറയുന്നു, വിലക്കയറ്റം ഇല്ലാതാവുന്നു, സമ്പദ്ഘടന ശക്തിപ്പെടുന്നു. 4ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി നമ്മുടെ രാജ്യം വളരുന്നു. നമ്മുടെ രാഹുൽ ബാബ മാത്രം പറയാണ് ഇതൊരു ഡെഡ് എക്കോണമിയാണ്. രാഹുൽ ഗാന്ധി എന്തൊക്കെ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. വോട്ട് ചോരി എന്ന് പറഞ്ഞ് വലിയ ബഹളം വെച്ചു. ഇന്ത്യയെ തകർക്കാൻ, രാജ്യത്തിന്റെ പ്രതിച്ഛായ നഷ്ടപ്പെടുത്താൻ, ലോകം മുഴുവൻ ഇന്ത്യക്കെതിരായ പ്രചാരവേല നടത്തുന്ന ഡീപ് സ്റ്റേറ്റ് കമ്പനികളുടെ വക്താവാണ് രാഹുൽ ഗാന്ധി. അർബൻ നക്സലുകളുടെ തോഴനാണ് രാഹുൽ ഗാന്ധി. തുക്കടെ ഗ്യാങ്ങിന്റെ നായകനാണ് രാഹുൽ ഗാന്ധി. ഈ രാജ്യത്തെ ഛിന്ന ഭിന്നമാക്കാൻ ശ്രമിക്കുന്ന രാജ്യദ്രോഹ ശക്തികളുടെ പിടിയാളാണ് രാഹുൽ ഗാന്ധി. എണ്ണം തികഞ്ഞ ഒരു രാജ്യദ്രോഹിയാണ് രാഹുൽ ഗാന്ധി. എണ്ണം പറഞ്ഞ രാജ്യദ്രോഹിയാണ് രാഹുൽ ഗാന്ധി. വിദേശ രാജ്യങ്ങളിലെല്ലാം ചെന്ന് ഏറ്റവും സുതാര്യമായ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പിനെ കളങ്കപ്പെടുത്തുകയാണ് രാഹുൽ ഗാന്ധി. ഇന്ത്യൻ ജനാധിപത്യത്തെ കളങ്കപ്പെടുത്തുകയാണ് രാഹുൽ ഗാന്ധി. ഇന്ത്യൻ പാർലമെന്റിനെ സ്തംഭിപ്പിക്കുകയാണ് രാഹുൽ ഗാന്ധി. ഇന്ത്യയുടെ വളർച്ചയെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുകയാണ് രാഹുൽ ഗാന്ധി. ഇന്ത്യയുടെ പുരോഗതി ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് രാഹുൽ ഗാന്ധി. ഇന്ത്യയെ വിഭജിക്കാൻ ശ്രമിക്കുന്ന ശക്തികളോടൊപ്പം പരസ്യമായ നിലപാട് സ്വീകരിക്കുകയാണ് രാഹുൽ ഗാന്ധി. അതാണ് വോട്ട് ചോരിയിൽ നമ്മൾ കണ്ടത്. 223 വോട്ട് ഒരാൾ ചെയ്തു എന്ന് പറഞ്ഞ ആ വീട്ടമ്മ ഇന്ന് പറഞ്ഞു, ഞാൻ ഒരു വോട്ട് ചെയ്തിട്ടുള്ളൂ. എന്റെ ഫോട്ടോ മോർഫ് ചെയ്ത് കോൺഗ്രസുകാര് വോട്ടർ പട്ടികയിലാക്കി. അത് എല്ലാവർക്കും വേണമെങ്കിൽ ചെയ്യാം. എന്നിട്ട് വലിയ മഹത്തായ പ്രചരണമാണെന്ന് പറഞ്ഞ് ചില ആളുകൾ എഡിറ്റോറിയൽ വരെ എഴുതി. കേരളത്തിൽ ബീഹാർ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനാണ് ഇതൊക്കെ നടത്തിയത്. നോക്കൂ, കേരളത്തിൽ കുറച്ച് കോൺഗ്രസുകാരെയും CPM-കാരെയും ലീഗുകാരെയും സുഡാപ്പികളെയും കബളിപ്പിക്കാമെന്നല്ലാതെ ഇന്ത്യ രാജ്യത്തെ ഒരു സാധാരണ പൗരനെയും കോൺഗ്രസിന്റെ ഈ തെറ്റായ വിഷലിപ്തമായ പ്രചാരണങ്ങൾ കൊണ്ട് കബളിപ്പിക്കാൻ കഴിയില്ലെന്ന് ചരിത്രം തെളിയിച്ചിരിക്കുന്നു. രാജ്യവിരുദ്ധ ശക്തികൾ ഒരു ഭാഗത്ത്, ഓപ്പറേഷൻ സിന്ദൂറിന് പോലും തെളിവുകൾ ചോദിക്കുന്ന പ്രതിപക്ഷ നേതാവാണ് നമ്മുടെ രാജ്യത്ത്. പാകിസ്ഥാൻ പോലും സമ്മതിച്ചു, ഞങ്ങളുടെ സൈനിക കേന്ദ്രങ്ങളെല്ലാം ഇന്ത്യ ആക്രമിച്ച് തകർത്തു, രാഹുൽ ഗാന്ധിക്ക് തെളിവുകൾ വേണം. അതാണ് ഒരു വശം. മറുവശത്ത് ആരാണ്? തിരുവനന്തപുരം നഗരസഭയെ പോലെ
കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളും ഖജനാവ് മുഴുവൻ കട്ടുമുടിച്ചു. എല്ലാ ക്ഷേത്രങ്ങളും കൊള്ളയടിച്ചു. ശബരിമലയും ശാസ്താംകോട്ടയും വൈക്കത്തപ്പനും ഗുരുവായൂരും ബാലുശ്ശേരിക്കോട്ടയും അങ്ങനെ അറിയപ്പെടുന്ന എല്ലാ ക്ഷേത്രങ്ങളിലെ സ്വർണവും വൈരവും എല്ലാം കടത്തിക്കൊണ്ടുപോയിരിക്കുന്നു. നേരത്തെ തുടങ്ങിയതാണ്. നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണം എടുക്കാൻ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലം മുതൽ ആരംഭിച്ച നീക്കമാണ്. അച്യുതാനന്ദൻ മഹാനായ നേതാവാണെന്ന് ഇപ്പൊ എല്ലാവരും പറയുന്നുണ്ട്. ശരിയാണ്, മരണശേഷം നമ്മൾ ആരും അദ്ദേഹത്തെ കുറ്റം പറയാറില്ല. പക്ഷെ VS അച്യുതാനന്ദന്റെ കാലത്ത് തുടങ്ങിയതാണ്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ലക്ഷക്കണക്കിന് കോടി രൂപ വരുന്ന സ്വർണശേഖരവും വൈരവും എല്ലാം എടുത്ത് സർക്കാർ ഖജനാവിലേക്ക് അടയ്ക്കാനുള്ള ദുരൂഹമായ നീക്കം അന്നുണ്ടായിരുന്നു. തിരുവിതാംകൂറിലെ ജനങ്ങൾ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ അതിനെ ചെറുത്ത് തോൽപ്പിച്ചത് കൊണ്ടാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണം അന്ന് എടുക്കാൻ കഴിയാതെ പോയത്. പക്ഷെ ശബരിമലയിൽ അവർ വിജയകരമായി പൂർത്തിയാക്കി. ഒരു അന്വേഷണം നടക്കുന്നുണ്ട്, ഞാൻ അതിൽ കടക്കുന്നില്ല. വാസുവിനെ ഇതുവരെ പിടിച്ചിട്ടില്ല. കടകംപള്ളിയെ കുറിച്ച് മിണ്ടുന്നില്ല. കടകംപള്ളി വാസു എന്താണ് പറയുന്നത് എന്ന് നോക്കിയിട്ടാണ് ഇരിക്കുന്നത്. വാസുവും ശങ്കർദാസും പത്മകുമാരനും എല്ലാം അറിയുമെങ്കിൽ എല്ലാം കടകംപള്ളിക്കും വാസവനും അറിയാതിരിക്കില്ല. കോടിക്കണക്കിന് രൂപയുടെ സ്വർണമാണ് എടുത്തുകൊണ്ടുപോയിരിക്കുന്നത്. പണ്ട് കാലത്ത് അറംഗസീബും മുഹമ്മദ് ഗസ്നിയും മുഹമ്മദ് ഗോറിയും അക്ബറും ബാബറും ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ച ചരിത്രം ഇന്ത്യ ചരിത്രത്തിന് പറയാനുണ്ട്. വലിയ കൊള്ളയാണ് ആ രാജ്യം മുഴുവൻ നമ്മൾ അന്ന് കണ്ടത്. കേരളത്തിലാണെങ്കിൽ അങ്ങ് മൈസൂരിൽ നിന്ന് ശ്രീരംഗപട്ടണത്ത് നിന്ന് ടിപ്പു സുൽത്താൻ വന്ന് വൈക്കം വരെ, വൈക്കം പത്മനാഭപിള്ള എന്ന് പറയുന്ന ഒരു മഹാനായ പോരാളി അവിടെ ഉണ്ടായത് കൊണ്ടാണ്. അല്ലെങ്കിൽ ടിപ്പുവിന്റെ പടയോട്ടം തിരുവിതാംകൂറിലും എത്തുമായിരുന്നു. ആ ടിപ്പു സുൽത്താനെ പോലെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഒന്നാം തരം കൊള്ളക്കാരനാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ ഭരണ നേതൃത്വം. നമ്മള് ബാങ്ക് കൊള്ളയടിക്കാൻ വരുന്നവരും വീട് കുത്തി തുറക്കാൻ വരുന്നവരും എന്താ ചെയ്യുക? ആദ്യം ഒരു വീടായാലും, ഒരു പണക്കാരന്റെ വീടായാലും, ഒരു ബാങ്ക് ആയാലും കൊള്ളയടിക്കാൻ വരുമ്പോ ആദ്യം ഗേറ്റ് മാൻ അടിച്ച് താഴെയിടും, ഇല്ലേ? അതാണ് ശബരിമലയിൽ ദ്വാരപാലകൻ എന്ന് പറഞ്ഞാൽ ശബരിമല അയ്യപ്പന്റെ കാവൽക്കാരാണ്. ദ്വാരപാലകരെ ആദ്യം കൊണ്ടുപോയി. പിന്നെന്താ ചെയ്യുക? വാതിൽ പൊളിക്കും, ഇല്ലേ? ഒരു കള്ളൻ എന്താണ് ചെയ്യുന്നത്? ആദ്യം ഗേറ്റ് മാൻ അടിച്ച് താഴെയിടും, പിന്നെ വാതിൽ പൊളിക്കും. ശബരിമല അയ്യപ്പന്റെ വാതിൽ മുഴുവൻ എടുത്ത് സ്വർണം കൊണ്ടുപോയി. പിന്നെ എന്താണ്? ചുമര് കുത്തും, ഇല്ലേ? ശബരിമല അയ്യപ്പന്റെ ചുമരിലെ സ്വർണം മുഴുവൻ കൊണ്ടുപോയി. അവസാനമാണ് നമ്മുടെ ഷെൽഫിലെ പണം എടുക്കുക. അതുപോലെയല്ലേ ഒരു മാസം കൂടി വൈകിയിരുന്നെങ്കിൽ ശബരിമല അയ്യപ്പന്റെ വിഗ്രഹം കൂടി അടിച്ചു കൊണ്ടുപോകുമായിരുന്നു പിണറായി വിജയൻ. ഏറ്റവും വലിയ വിഗ്രഹ മോഷ്ടാവായി ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞാണ്, ഞാൻ പറഞ്ഞതല്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു, അന്താരാഷ്ട്ര കുപ്രസിദ്ധരായിട്ടുള്ള വിഗ്രഹ മോഷ്ടാക്കൾ നടത്തിയതുപോലുള്ള മോഷണമാണ് ശബരിമലയിൽ നടന്നിരിക്കുന്നത്. ഒരു ശബരിമലയിൽ മാത്രമല്ല, സ്വർണം എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം പിണറായി വിജയന്റെ കൈകൾ എത്തിയിരിക്കുന്നു. ഒരു ഗുണമുണ്ട്, പിണറായി വിജയൻ ഈ സ്വർണം ഭയങ്കര വീക്ക്നെസ് ആണ്, അല്ലേ? പിണറായി വിജയനും കമ്പനിക്കും സ്വർണം ഭയങ്കര ദൗർബല്യ. സ്വർണം എവിടെ കണ്ടാലും ചാടി വീഴും. വിമാനത്താവളം വഴി സ്വർണം കടത്തി പ്രിൻസിപ്പൽ സെക്രട്ടറി അറസ്റ്റിലായി. കോഴിക്കോട് കരിപ്പൂരും കണ്ണൂർ വിമാനത്താവളത്തിലും കസ്റ്റംസ് പിടിച്ച സ്വർണം തട്ടിയെടുക്കുന്ന സംഘങ്ങൾ, അതും CPM-കാരും. എവിടെ സ്വർണമുണ്ടോ അവിടെ പിണറായിയുടെ കണ്ണുണ്ട്. ഇതാണ് കേരളത്തിലെ യാഥാർത്ഥ്യം. അപ്പൊ ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് ഈ തരത്തിലുള്ള പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിലാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ജനങ്ങളെ മുഴുവൻ ദ്രോഹിച്ച്, കട്ടുമുടിച്ച്, അമ്പലങ്ങൾ കൊള്ളയടിച്ച്, അരാജകത്വം സൃഷ്ടിച്ച് ജനങ്ങളുടെ ക്ഷമ പരിശീലിക്കുകയാണ്. ഇവിടെ ഒരു മാറ്റം വേണം, ഒരു വികസിത കേരളം ഉണ്ടാവണം. അതിന് ഈ രണ്ട് മുന്നണികളെയും മാറ്റി നിർത്തി കേരളത്തിന്റെ വികസനത്തിന് ശരിയായ ഒരു രാഷ്ട്രീയം ആവശ്യമുണ്ട്. ആ രാഷ്ട്രീയമാണ് BJP കേരളത്തിൽ പറയുന്നത്. 2026 ഏപ്രിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള സുപ്രധാനമായ തെരഞ്ഞെടുപ്പാണ് ഈ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. 2026
ശരിയായ ഒരു ഭരണമാറ്റം, കേരളത്തിൽ വികസനത്തിനായുള്ള ഒരു ഭരണം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ മുമ്പിൽ ഏറ്റവും നല്ല അവസരമാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് തുറന്നിട്ടിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലം നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും നിർണ്ണയിക്കുന്നതിൽ ഒരു ഘടകമാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ തെരഞ്ഞെടുപ്പിനെ നിങ്ങൾ ഗൗരവമായിട്ട് കാണണം. അതുകൊണ്ടാണ് മുൻ DGP ആയിട്ടുള്ള ശ്രീലേഖ മേഡം ഉൾപ്പെടെയുള്ള ആളുകൾ നിങ്ങളോടൊപ്പം കാൽനടയായി ഇക്കാര്യങ്ങളെല്ലാം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ രംഗത്തിറങ്ങിയിരിക്കുന്നത്. തിരുവനന്തപുരം നഗരത്തെ ഒരു സുവർണ നഗരമാക്കി മാറ്റാൻ BJP പ്രതിജ്ഞാബദ്ധമാണ്. പറയാൻ സാധിക്കും, ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളെ BJP പറയാറുള്ളൂ. മോദിയുടെ പാർട്ടിയാണ്, എന്തെല്ലാം പറയുന്നുണ്ടോ അതെല്ലാം ചെയ്ത് കാണിച്ചിട്ടുള്ള പാരമ്പര്യം. അതുകൊണ്ട് ഞങ്ങള് സമഗ്രമായ ഒരു വികസന രേഖ, തിരുവനന്തപുരം നഗരത്തിലെ ഓരോ കാതലായ പ്രശ്നങ്ങളെയും അഡ്രസ് ചെയ്യാൻ ആവശ്യമായ സമഗ്രമായ ഒരു വികസന രേഖ മുന്നിൽ വെച്ചുകൊണ്ടാണ് നിങ്ങളെ വോട്ടർമാരെ, പ്രിയപ്പെട്ടവരെ സമീപിക്കുന്നത്. ഭാവാത്മകമായ ഒരു രാഷ്ട്രീയം, സകാരാത്മകമായ ഒരു രാഷ്ട്രീയം, ഒരു പോസിറ്റീവ് പൊളിറ്റിക്സ്, ഒരു വികസനത്തിന്റെ രാഷ്ട്രീയം മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ നേരിടുന്നത്. സർവാത്മന നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഞങ്ങൾക്ക് തരണം. രാഷ്ട്രീയ വഞ്ചകന്മാർ, 4.5 പതിറ്റാണ്ടായി അനന്തപുരിയെ വഞ്ചിച്ചവർ, അവരെയെല്ലാം ഒരു പാഠം പഠിപ്പിക്കാനുള്ള അവസരമായി ഈ തെരഞ്ഞെടുപ്പിനെ നിങ്ങൾ കാണണം. ഞങ്ങൾക്ക് നിങ്ങളുടെ പിന്തുണ വേണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള പ്രചാരണമാണ്. ഈ പ്രചാരണത്തിന് നേതൃത്വം നൽകുന്ന ശ്രീലേഖ IPS ഇവിടുത്തെ കരമന ജയന്റെ നേതൃത്വത്തിലുള്ള പാർട്ടി പ്രവർത്തകരെയും ഞാൻ അഭിനന്ദിക്കുന്നു. ഈ ജാഥ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഭാരത് മാതാ കി